അല്ലയോ സഹോദരിമാരെ, നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുതേ. നിങ്ങളിൽ പരിഹസിക്കപ്പെടുന്ന സാധുക്കളായ സഹോദരിമാർ നിങ്ങളെക്കാൾ ഏറ്റവും മഹനീയരായ ആളുകളാകാം. വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയരുതേ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ കുത്തിക്കൊണ്ടുള്ള വർത്തമാനം പാടില്ല. കുത്തുവാക്കുകൾ പറയുന്നവരില്ലേ? ചില സഹോദരിമാര് ചില ആളുകൾ ചോദിക്കും, എന്തായി കല്യാണമൊന്നും ആയില്ലേ? കല്യാണം കഴിക്കുക ഇവർ ആചാര കാശിന്ന് കൊട്ടക്കണക്കിന് കാശ് കിട്ടും. ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നുക, കല്യാണം കഴിക്കാറായില്ലേ, ഇതെന്താ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വേഗം കെട്ടിക്കുന്നില്ലേ? കെട്ടിക്കുക. അങ്ങനെ കല്യാണമൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത ചോദ്യമാണ്, വിശേഷമൊന്നും ഇല്ലേ? വിശേഷം അശേഷം ഇല്ലേന്ന് ചോദിക്കുന്നത്. വിശേഷം അശേഷമൊന്നും ഇല്ലേ? പിന്നെ എങ്ങനെയെങ്കിലും വിശേഷമാക്കി കൊടുക്കണം. തള്ളയ്ക്ക് 80 വയസ്സ് തള്ളയാണ്. തേവലക്കര പള്ളിയുടെ ഖബർസ്ഥാനം കാത്തിരിക്കുക. അവരെ വേഗം മരിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇവർ ഇത് ചോദിച്ചിട്ടേ മരിക്കുള്ളൂ. പെണ്ണുങ്ങൾക്ക് ചില ആളുകൾക്ക് വലിയ സോക്കേടാ, ഇങ്ങനെ വിശേഷം ചോദിച്ചടക്കാം. എന്തിനാണ് ഈ വിശേഷം ചോദിക്കുന്നത്? ഈ വിശേഷം ഉണ്ടാക്കിയിട്ട് തള്ള എന്തിനാ വല്ല വളം ഉണ്ടൊക്കെ ഇട്ട് കൊടുക്കുമോ? ഈ കൈക്കുഞ്ഞിനെ കിട്ടിയിട്ട് എന്തിനാണ് ഇവരതിനെ കൈ പിടിച്ചിട്ട് വല്ല മുഹീദ്ദിമാല പാടാനാണോ? ഒന്നുമല്ല, ചുമ്മാ രസം. ഇവരോട് പണ്ട് ഏതോ ഒരു തള്ള ചോദിച്ചായിരുന്നു, ആ കലിപ്പ് ഈ കൊച്ചിന്റെ നെഞ്ചത്ത് തീർക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെയാണ് പാരമ്പര്യമായി കിട്ടുന്ന നമ്മളിൽ ചില അറിവുകൾ. ഇത് നമ്മൾ മുടങ്ങാതെ കൊണ്ട് നടക്കും. വേറെ നിസ്കാരമോ ഖുർആനോ ദിക്റോ ഒന്നിനും നേരെയില്ല. ഇത് തന്നെ പരിപാടി. എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് കൂടി കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, സ്നേഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണുമ്പോൾ സ്നേഹം പങ്കിടുന്ന എങ്ങനെയാ? വിശേഷം വല്ലതും ഉണ്ടോ? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതിങ്ങനെ വിശേഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചോദ്യം, ആ ചോദ്യം തന്നെ തെറ്റാണ്. എന്തിനാണ് നിങ്ങളത് ചോദിക്കുന്നത്? അവർക്ക് സൗകര്യമുള്ള സമയത്ത് ശാരീരികമായി ബന്ധപ്പെടും, അള്ളാഹു മക്കളെ കൊടുക്കും. നിങ്ങൾ വിശേഷം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്തിനാ? ഇത് ചോദിച്ച് അവരുടെ മനസ്സിനെ വെറുപ്പിക്കാൻ. എങ്ങനെ ചില ആളുകൾ മക്കൾക്ക് വേണ്ടി വിഷമിച്ച് നേർന്ന് പള്ളികൾ തോറും കൊടുത്ത് ശൈഖ് പള്ളി പോകുന്നുണ്ട്, എല്ലാ മക്കാമുകളിലും പോകുന്നുണ്ട്, സിയാറത്ത് ചെയ്യുന്നുണ്ട്, പല ചികിത്സയും ചെയ്യുന്നുണ്ട്, ആത്മീയവും ഭൗതികവും ഒക്കെ ചെയ്യുന്നുണ്ട്. വർഷങ്ങളായി അവർ സങ്കടത്തിലാണ്. അങ്ങനെ നിൽക്കുന്ന ദാമ്പത്യ ജീവിതം നയിക്കുന്നവരുടെ മനസ്സിനെ വ്രണപ്പെടുത്താൻ വേണ്ടി ഈ തള്ളാടെ ചോദ്യമാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. കാണുമ്പോൾ ഇത് തന്നെ ചോദിക്കുക, വേറെ ഒന്നും ചോദിക്കാനില്ല. അപ്പൊ സ്ത്രീകൾ ഉൾപ്പെടെ പിന്നെ അവരെ കാണാൻ വെറുപ്പ, മാറി നടക്കും. അപ്പൊ പിന്നെ വന്നിട്ട്, നീ എന്നെ കണ്ടില്ല, നീ നേരത്തെ അവിടെ വെച്ച് കണ്ടിട്ട് നീ തിരിഞ്ഞു നടന്നല്ലോ, നിനക്ക് വിശേഷമൊന്നും ആയില്ല കൊച്ചേ. വീണ്ടും ചോദിക്കുക, ഇത് തന്നെ കളി. ഇത് സ്ത്രീകൾ പരാതി പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നവരല്ല. പെണ്ണുങ്ങൾ പറയുന്ന ഉസ്താദി വായത് ഖബറും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന പറയും. ഞങ്ങൾ ആകെ ഇടങ്ങേറായിരിക്കുക. ഇങ്ങനെ കുറെ ജന്തുക്കളുണ്ട് കുടുംബത്ത്, ഒന്ന് നന്നാക്കി തന്നോ അവര് തന്നെ അഭിപ്രായപ്പെടുക. പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാ? എന്നാ പിന്നെ 10 പേരോട് കേൾക്കട്ടെ, നന്നായിക്കോട്ടെ എന്ന് അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അപ്പൊ ആ ചോദ്യം നിർത്തു. വലാ തൽമിസു അൻഫുസകും, ഖുർആൻ പറയാ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കരുത്. ഈ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താ? കുറെ ഇല്ല, ഇതാണ് കുത്തുവാക്കാണിത്. ഉള്ളിലോട്ട് കുത്തു കൊടുക്കുക. അതാ ഞാൻ പറയുന്നത്, കുട്ടികളായി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് പൊഞ്ഞരിഞ്ഞാണ് ഇട്ട് കൊടുക്കുമെങ്കിൽ കുഴപ്പമില്ല. ഇതാ കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ വഴിക്ക് വരൂല, അള്ളാഹത്ത് പിന്നെ ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കൂല. എങ്ങനെയെങ്കിലും ഒന്ന് ആക്കാൻ വേണ്ടി ഇവര് കടന്ന് മെനക്കെടുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കുട്ടികൾ വേഗം വേണം കേട്ടോ. വിവാഹം വേഗം നടക്കുക, മഹർ ഖൈറാവുക, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പ്രസവിക്കുക ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ബറക്കത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വിവാഹം വേഗം നടക്കുക, അതുപോലെ തന്നെ മഹറിന്റെ കാര്യത്തിൽ ഖൈറുണ്ടാവുക, അതോടൊപ്പം തന്നെ അവർക്ക് കുട്ടികൾ വേഗം ഉണ്ടാവുക. ഇത് മൂന്നും ഒരു പെണ്ണിലുള്ള ബറക്കത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അതിനുവേണ്ടി ദുആ ചെയ്യണം, അതിനുവേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങണം, തയ്യാറാകണം. അത് വേണ്ടാന്ന് വെക്കരുത്. ചില ആളുകൾ പഠിക്കുന്നതിന് വേണ്ടി അങ്ങനെ മാറ്റിവെക്കും. കല്യാണം കഴിഞ്ഞ് ഒരു 5 കൊല്ലം കഴിയട്ടെ, മക്കളെ എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞ് യൂണിഫോം ഇട്ട് നല്ലൊരു ജീൻസൊക്കെ ഇട്ടുകൊണ്ട് ചാടി ഇറങ്ങി പോയേക്ക. ചൈനയിൽ പോയി വൻമതിലൊക്കെ കയറി തിരിച്ചിവിടെ വന്നപ്പോൾ അല്ലാ പിന്നെ കുട്ടികളില്ല. കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഭയങ്കര പരിശ്രമം നടത്തിയിട്ട് പോലും മക്കൾ അല്ലാഹു കൊടുക്കുന്നില്ല. കാരണം അല്ലാഹ് തഖ്ദീർ ചെയ്തതിന്റെ മുകളിൽ ഇവർ ചിലത് കണക്കാക്കി. ഇപ്പൊ വേണ്ട, പിന്നെ മതി എന്നുള്ളത്. ഫൗഖ തഖ്ദീരിൻ ലില്ലാഹി തഖ്ദീറു, എല്ലാത്തിനും മുകളിൽ അല്ലാഹയാണ് കഴിവുള്ളവൻ. അതുകൊണ്ട് നമ്മളത് കണക്കാക്കരുത്, പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വലാ തനാബസൂ ബിൽ അൽഖാബ്,
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തനാബസൂ ബിൽ അൽഖാബ്. നിങ്ങൾ ആരുടെയും ഇരട്ട പേര് വിളിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തരുതേ. ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടായിരുന്ന ഇരട്ട പേരുകൾ പരസ്യമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പുതിയ പെണ്ണുമായിട്ട് കടന്നു വരുമ്പോ ബസ് റൂട്ടുകൾ നിൽക്കുന്ന സമയത്ത് അവരുടെ ഇരട്ട പേര് വിളിച്ചുകൊണ്ട് അവരെ വശലാക്കല്ലേ. വലാ തനാബസൂ ബിൽ അൽഖാബ്. പരിശുദ്ധമായ ഖുർആൻ പാടെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള, പരിപൂർണമായി ഒഴിവാക്കാൻ പറഞ്ഞ വസ്തുതയാണ്. എന്തേ മുസ്ലിമേ നീ പരിപൂർണമായി ഒഴിവാക്കാതെ മുഅ്മിൻ എന്ന നാമധാരിയായി നിലകൊള്ളുന്നത്? ഇന്ന് ഈ സമുദായം കാണിക്കുന്ന പേക്കൂത്തുകൾ എത്രയാണ്! വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന നവദമ്പതിമാരുടെ കടന്നുകയറ്റമാണ്. അവരുടെ കിടപ്പറ പോലും കടന്നു കയറിയിട്ട് രാത്രി പാതിരാത്രി സമയമായിട്ടും ഒഴിഞ്ഞു കൊടുക്കാതെ അതിനുള്ളിലിരുന്നു കൊണ്ട് കള്ളു കുടിക്കുകയും സ്വറ പറയുകയും കൈകൊട്ടി പാട്ട് പാടിക്കൊണ്ട് പാതിരാത്രി സമയം വരെ കിടപ്പറയിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ടതാകുന്ന നവദമ്പതിമാർക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലേക്ക് ചെറുപ്പക്കാരാഭാസങ്ങളുടെ കൂത്തരങ്ങുകളായി വിവാഹത്തിൻ്റെതാകുന്ന മുഹൂർത്തങ്ങൾ കൊണ്ടുപോയില്ലയോ? കല്യാണത്തിന് വേണ്ടി പുതിയ ആപ്പിളയും പെണ്ണിനെയും കൊണ്ടുപോകാൻ JCB വാടകയ്ക്ക് വിളിച്ചിട്ട് അതിൻ്റെ കയ്യിൽ കൊണ്ടുപോയിരുത്തിയിട്ട് പാവപ്പെട്ടതാകുന്ന നവദമ്പതിമാര് അതിലൂടെതാകുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ആനയിക്കുന്ന ആഭാസകരമാകുന്ന തോന്നിവാസങ്ങൾ ആരാണടാ നിനക്ക് അധികാരം എന്നത്? ഉലമാക്കളാണോ? പണ്ഡിതന്മാരാണോ? ഇരിക്കുന്ന സമുന്നതരായ പണ്ഡിതന്മാരാണോ? മഹല്ലിന്റെ നേതൃത്വമാണോ? എത്ര തോന്നിവാസങ്ങളാണ് വിവാഹത്തിന്റെ പേരിൽ ഈ സമൂഹം കാണിച്ചു കൂട്ടുന്നത്! പച്ചക്കല്യാണം, മഞ്ഞക്കല്യാണം, ചുവപ്പ് കല്യാണം എന്ന് വേണ്ട ലോകത്തിന്റെ ഏതെല്ലാം വർണ്ണങ്ങളുണ്ടോ, നിറങ്ങളുണ്ടോ, അതിന്റെ പേരിലൊക്കെ കല്യാണങ്ങൾ ആഭാസങ്ങളാക്കി ധൂർത്തും ദുർവ്യവുമാക്കി പാശ്ചാത്യരുടെ ബൊഫേ സംസ്കാരം കൊണ്ടുവന്ന് ക്ഷണിക്കപ്പെട്ടതാകുന്ന അതിഥികൾക്ക്, ഉസ്താദുമാർക്ക് പോലും വേണ്ട രീതിയിലുള്ളതാകുന്ന സൽക്കാരം നൽകാതെ ആഭാസങ്ങൾ കാണിക്കുന്ന സമൂഹമേ, ആയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ളത് വാരിവരിച്ച് തിന്നോ എന്ന അർത്ഥത്തിൽ എവിടെയോ കൊണ്ടുപോയി ഭക്ഷണം വെച്ചിട്ട് നിന്നുകൊണ്ട് കഴിക്കുന്ന സംസ്കാരം ആരാണടാ നിനക്ക് വകവെച്ച് നൽകിയത്? എത്ര ആഭാസമാണ് ഈ കാണിക്കുന്നത്! എന്നിട്ടൊരു ഫ്ലക്സ് ബോർഡ് അടിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ചെറുപ്പത്തിലേ ഉള്ളതാകുന്ന മുഖഭാവമാണ്. അവന്റെ ശരീരത്തിലേക്ക് ഒരു കോഴിയുടേതാകുന്ന രൂപം കൊടുത്തിട്ട് പെണ്ണിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയും ഫ്രെയിം ചെയ്തുകൊണ്ട് കല്യാണത്തിന്റെ ദിവസം കൊണ്ടുവന്ന് ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൂട്ടുകാരുടെ വക സമ്മാനമായി കൊടുക്കുകയാണ്. ആഭാസങ്ങൾ കാണിക്കുന്നതിനില്ലയോ ആഖിറത്തിൽ ഹിസാബുണ്ടെന്നുള്ള കാര്യം എന്തേ ചെറുപ്പക്കാരാ നീ മറന്നു പോകുന്നത്? വലാ തനാബസൂ ബിൽ അൽഖാബ്. ഇരട്ട പേരുകൾ ഇട്ടുകൊണ്ടവരെ നിങ്ങൾ വിളിക്കരുതേ, അത് പാടില്ലാത്തതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ചക്കൻ കല്യാണമൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് നിൽക്കാൻ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ എടാ മറ്റവനേന്നൊരു വിളി നോക്കുമ്പോൾ അവൻ്റെ പഴയ ഇരട്ടപ്പേനവിടെ പെണ്ണുമ്പിള്ളയായിട്ട് നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവൻ വിളിക്കല്ലേ എന്നൊക്കെ കൈകൊണ്ട് കാണിക്കും, ഒന്നുകൂടി. അപ്പോൾ ഇവൻ വഷളാകുന്നുണ്ടെന്ന് അറിയുമ്പോൾ അടുത്തോട്ട് വന്നിട്ട് നമ്മുടെ ആളാ കേട്ടാ, പണ്ട് നമ്മളെ സ്കൂളിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചവൻ. അപ്പോൾ പെണ്ണുങ്ങൾ എന്തായിരുന്നു എല്ലാ ഇരട്ടപ്പേരും വെളിപ്പെടുത്തി ആൾക്കാരുടെ മുന്നിൽ വശലാക്കുന്നു. ഫ്ലക്സ് ബോർഡുകൾ അടിച്ചിട്ട് കല്യാണത്തിന്റെ ദിവസം കൊണ്ടുപോയി വെക്കുന്നു. കോഴിയുടെ തലയും ഇവന്റെ ഒരു ആനയുടെ ഉടലും എന്നിട്ട് എഴുതി വെച്ചിരിക്കുക, ഇതാണ് പുതിയാപ്പള, അവന്റെ പേര് തയ്യം ചെയ്തു കൊടുക്കാൻ. നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. എങ്ങനെ ചെയ്യാതിരിക്കും ഉസ്താദേ? ഇവൻ കഴിഞ്ഞ ആഴ്ച വേറൊരുത്തന്റെ കല്യാണത്തിന് കയറിയിരിക്കുക, എവിടെ മണിയറ കയറി കയ്യേറിയിരിക്കുക. അങ്ങനത്തെ ഇപ്പം പിറ്റേത്തെ ആഴ്ച പുതിയാപ്പളയെ വന്നു. പിന്നെ പിള്ളേരെങ്ങനെ ചെയ്യാതിരിക്കും? ഇവൻ ഇതിനേക്കാൾ വലിയ ഗുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മണിയറ കയ്യേറിയ കൂട്ടരാൻ ഇത്തേ ആഴ്ച അവന് പണി കൊടുക്കണ്ടേ? ഇതിങ്ങനെ തർത്തീബായിട്ട് ഈ സമൂഹം ഇതൊക്കെ നിർത്തലാക്കണ്ടേ? ഇതൊക്കെ മഹല്ല് സംവിധാനങ്ങൾ കർശനമായിട്ട് ഒഴിവാക്കണം, ശക്തമായിട്ട് എതിരിടണം. ആ വിഷയങ്ങളൊക്കെ സമുദായത്തെ സമുദ്ധരിക്കണം. മഹല്ലുകൾ ആഭാസങ്ങളായി കൊണ്ടിരിക്കുന്നു, ചെറുപ്പക്കാർ മുഴുവൻ തെമ്മാടികളായി കൊണ്ടിരിക്കുന്നു, റൗഡികളായി കൊണ്ടിരിക്കുന്നു. ഉലമാക്കളെ കയ്യേറ്റം ചെയ്യുന്ന, ഉലമാക്കളുടെ വാക്കുകൾ തൃണവൽക്കരിക്കുന്ന മോശപ്പെട്ട വക്താക്കളായി സമുദായം മാറിയിരിക്കുന്നു. അവരുടെ വാക്കുകളെ തൃണവൽക്കരിക്കുക. വേറെ ജോലിയിൽ വേറെ എന്തൊക്കെ പറയാൻ, ഇതെന്തിനാ പറയുന്നത്?
ഒന്നിരാകുന്ന തഴവ ഉസ്താദ് 26 വർഷമായി വഫാത്തായിട്ട് അതിനും 20 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചാൽ മവാഹിബുൽ ജലിയയിലൂടെ കറാമത്ത് എന്നോണം 46 വർഷങ്ങൾക്ക് മുമ്പ് ക്രോഡീകരിക്കപ്പെട്ട മവാഹിബുൽ ജലിയയിലൂടെ ലോകരെ പാടി പഠിപ്പിക്കുകയാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്. പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. കറാമത്തിന്റെ എഴുത്തല്ലയോ ഇത്? ഇന്നുള്ളതാകുന്ന സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ എഴുതുകയാണ്. പണമുള്ളവൻ പേക്കോത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. 20-21 വയസ്സിലേക്ക് എത്തിയതാകുന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് വിവാഹം കഴിക്കാൻ വാപ്പ തയ്യാറാകുമ്പോ ആ വാപ്പ മക്കളെ കല്യാണം ജനങ്ങൾക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ സമ്പത്തിന്റെ ആധിക്യം ജനങ്ങൾ അറിയട്ടെ എന്ന നിലയ്ക്കുള്ളതാകുന്ന കല്യാണമാണ്. ആഭാസങ്ങളായി കാണിച്ചു കൊടുക്കുകയാണ്. അതിന് പല നിറാണ്, പച്ച, മഞ്ഞ, ചുവപ്പ്, പല രീതിക്കുള്ളതാകുന്ന വസ്ത്രവിധാനാണ്. 80 കഴിഞ്ഞ കാക്ക ഇപ്പൊ കുഴിയിലോട്ട് എടുക്കും. വല്യപ്പയാണ് മഞ്ഞക്കിളി, മഞ്ഞ ഡ്രസ്സ് ഇട്ട് ട്രൗസറും ഒക്കെ ഇട്ട് വീട് അതൊക്കെ നിൽക്കുക. ഇതെന്താ ഉസാദെ? അത് നമ്മളെ ഇന്ന് മഞ്ഞ കല്യാണം ഓഡിറ്റോറിയത്തിലോട്ട് പോകാൻ റെഡി ആയിക്കോ. യോയോ അല്ലാഹു മളക്കാക്കട്ടെ. ഇങ്ങനെ ഇപ്പൊ മരിച്ച ഇപ്പൊ ഖബർ അവിടെ കാത്തിരിക്കുക, മൂപ്പര് ഇവിടെ റെഡിയാകുക, യോയോ കളിച്ചോണ്ടിരിക്കുക. 80 കഴിഞ്ഞ് ട്രൗസർ ഇട്ടോണ്ടിരിക്കുക, മഞ്ഞക്കളി. അല്ലാഹു മളക്കാക്കട്ടെ. ഇത് പറയാതിരിക്കുന്ന എങ്ങനെയാ? വല്യുപ്പാക്ക് വരെ ഇട്ട് കൊടുത്തിരിക്കുക. എന്നാ അന്നത്തെ ദിവസം കൊണ്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനടുത്ത ദിവസം പച്ച ഇട്ടുകൊണ്ടിരിക്കുക, പച്ച ട്രൗസർ ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുക. ഓരോ ദിവസവും ഓരോ കോപ്രായ. ഇതിനൊക്കെ ഈ സമുദായം വളം വെച്ചു കൊടുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൽ ബറക്കത്തു മഅൽ അകാബിർ, പ്രായമുള്ളവരിലാണ് എന്റെ സമുദായത്തിൽ ബറക്കത്തെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രായമേറെയുള്ള താടി നരച്ച തലമുടി നരച്ചതാകുന്ന പ്രിയപ്പെട്ട സമുന്നതരായ തേവലക്കരയിലുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദിനെ ഓർമ്മപ്പെടുത്താനുള്ളത് 1400 വർഷം മുമ്പ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ വാക്യമാണ്. അൽ ബറക്കത്തു മഅൽ അകാബിർ, പ്രായമുള്ളവരിലാണ് ബറക്കത്തെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ബറക്കത്ത് അന്വേഷിച്ചുകൊണ്ട് അങ്ങാടികൾ നിങ്ങൾ ഉലയണ്ട. നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ കരിപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രായാധിക്യം ചെന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയിലുണ്ട് ബറക്കത്തെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയും ഉപ്പയും വേഷം കെട്ടിച്ച് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളൊക്കെ ഇറക്കുന്ന ചെറുപ്പക്കാർ ജാഗ്രത. നാളെ നിങ്ങൾക്ക് കത്തിച്ചൊലിക്കുന്ന നരകം അല്ലാഹു സമ്മാനിക്കും തുനിശ്ചിതമാണ്. നിങ്ങൾ ഈ ദീനിനെ കളങ്കപ്പെടുത്തി ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ബറക്കത്ത് നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞു. അവരുടെ ആത്മീയത നിങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. നാളെ ആഖിറത്തെ ഹിസാബ് ഉണ്ടാകും. ഇത് ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാര് നല്ലതുപോലെ മാറി ചിന്തിക്കും. ആത്മീയപരമാകുന്ന ഉയർച്ചയ്ക്ക് നിദാനമാകുന്ന എന്തും ചെയ്തോ. തലേന്നൊരു ബുർദ വെച്ചു, 2-3 മുത്തഅല്ലിങ്ങളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല മദ്ഹ്, അതും ഇഫ്രാത്തും തഫ്രീത്തും ഇല്ലാത്ത നിലയ്ക്ക് നല്ല വൃത്തിയായിട്ടുള്ള മദ്ഹ് ചൊല്ലി. ഇശലുകളൊക്കെ ചൊല്ലുമ്പോൾ മറ്റ് രാഗങ്ങളിലേക്കൊന്നും പോകാതെ വൃത്തിയായിട്ട് നല്ല മനോഹരമാകുന്ന നിലയ്ക്ക് ബുർദ ചൊല്ലുന്ന മക്കളുണ്ടല്ലോ നമുക്ക്. അവരെ കൊണ്ട് തലേ ദിവസം നല്ലൊരു മദ്ഹ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിക്കാം.
അതെല്ലാവരും ഒരു മഗ്രിബ് കഴിഞ്ഞ് തുടങ്ങട്ടെ, ഇശാ ആവുമ്പോൾ അത് അവസാനിക്കട്ടെ. ജമാഅത്തായി നിസ്കരിച്ച് വന്നതിന് ശേഷം ഖത്തീബ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ദുആ. അൽഹംദുലില്ലാഹ്, എത്ര ഭംഗിയാണ്. അത് കഴിഞ്ഞ ഉടനെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ വിതരണം ചെയ്യാം. എത്ര റാഹത്തായി. ഇത് വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗരിമ പറയാൻ. മുമ്പ് കല്യാണത്തിന് വരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണങ്ങൾക്ക് നടത്തി ആ ബന്ധം പുതുക്കാനാണ്. ഇന്ന് കല്യാണത്തിന് വരുന്നത് പരസ്പരം മറ്റുള്ളവരെ സാരി കാണിക്കാനും വസ്ത്രം കാണിക്കാനും വേണ്ടിയിട്ടാണ്. ഇന്ന് വരുന്ന അങ്ങനെയാണല്ലോ. ഓരോ ദിവസം തലേന്ന് വേറെ ഡ്രസ്സ്, അടുത്ത ദിവസം വേറെ ഡ്രസ്സ്. ഇത് ഇന്നലെ ഇട്ടല്ലേ, അല്ല ഇത് വേറെ വെറൈറ്റി സാധനമാണ്, ഇത് സ്റ്റുഡിയോന്ന് എടുത്തതാണ്. അപ്പൊ ഇന്നലെ എടുത്തോ, ഇത് ഇന്നലെ വേറെ സാധനം, ഇന്നലെ അപ്പുറത്തുനിന്ന് എടുത്തതാണ്. കട പറയണ്ട, കട പറഞ്ഞവർക്കൊക്കെ പരസ്യമായി പോകും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇങ്ങനെ ഓരോ കടകളിൽ കയറിയിട്ട് അവിടെ ഇവിടെ എടുത്തതിന്റെ കഥ പറയുക. കയ്യിലണിഞ്ഞിരിക്കുന്നത്, കാതിലണിഞ്ഞിരിക്കുന്നത്, ചെവിയിലിട്ടിരിക്കുന്ന കടുക്കാൻ ഓരോന്നിന്റെ കഥ പറഞ്ഞിട്ട് സമയം കളയുന്നതല്ലാതെ ഇതിങ്ങനെ ഗരിമ കാണിക്കാനല്ലാതെ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പുതുക്കാൻ ആർക്കാ ഇവിടെ നേരം? എത്ര നിസ്കാരങ്ങളാണ് ഇതിന്റെ പേരിൽ കളവാക്കി കളഞ്ഞത്, നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഒരു കല്യാണം കൊണ്ട് വന്ന മാസങ്ങളായി നിസ്കരിച്ചിട്ട് അതിന്റെ പിന്നിൽ പുട്ടിയിട്ടിരിച്ചിരിക്കുകയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച എടുക്കും, ബ്ലേഡ് വെച്ച് വരിഞ്ഞാലേ ഉള്ളൂ യഥാർത്ഥ കളറിലേക്ക് എത്തുള്ളൂ. അപ്പോഴേ പിന്നെ ഒളു എടുക്കാൻ പറ്റുള്ളൂ. മറ്റേ ഒളുവിന്റെ വെള്ളം പിടിക്കൂല, ആ കോലത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് അതിന്റെ നിസ്കാരങ്ങളൊന്നുമില്ല, പുതിയാപ്പിളയില്ല, പുതിയ പെണ്ണുമില്ല. മിക്ക ആളുകൾ അതൊക്കെ ഒഴിവാണ്. കല്യാണത്തിന് മുമ്പ് ചില പുതിയാപ്പിളമാര്, കല്യാണ ചെക്കന്മാരൊക്കെ എന്ത് ചെയ്യും, പള്ളിയിൽ കറക്റ്റ് ആയിട്ട് വരും. എന്തിനാ? ഖത്തീബ് ഉസ്താദിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ. ആരെങ്കിലും ചോദിച്ചാൽ അവൻ അടിപൊളി കേട്ടോ, പക്കാണ്. കല്യാണം കഴിഞ്ഞ് പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ശവമഞ്ചമായിട്ട് വീട്ടിൽ പോകണം, അപ്പോഴേ ഇനി വരുവുള്ളൂ. അതിൽ കയറിയിട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ അവസ്ഥ അതാണ്. ദീനമായിട്ടുള്ള ഒരു കടമയില്ല, ഒരു കടപ്പാടുമില്ല. ഫനായി ഫസാദും പറയാൻ മുൻപന്തിയിലാണ്. 10 പേര് കൂടുന്നിടത്ത് നമുക്ക് എപ്പോഴും ഫനാ പറയാനാണ് നേരം. പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു, ഞാൻ നിസ്കാരം കഴിഞ്ഞ് വൃത്തിയായിട്ട് ഇറങ്ങി പോവോ? ഇല്ല, പള്ളിയുടെ മുന്നേ കോലായിലിരുന്നിട്ട് അങ്ങനെ കഥ പറയാ. ഫനായി ഫസാദിന് കിതാബ് ഹാജിയാരെടുത്തു കൊടുക്കും. ഏറ്റവും വലിയ പ്രമുഖ മുദരിസാ മൂപ്പര് ഹാജിയാര്. 2 കിതാബെങ്കിലും ചുരുങ്ങിയതെടുക്കും, ഒന്ന് ഫനായുടെയും മറ്റൊന്ന് ഫസാദിന്റെയും. 8 മണി വരെ തൊട്ടടുത്തിരിക്കുന്ന ചായക്കടയിൽ പോയിരുന്ന് നാട്ടുകാരെ കുറിച്ചും ഉലമാക്കളെ കുറിച്ചും മുതല്ലിമീങ്ങളെ കുറിച്ചും സജ്ജനങ്ങളെ കുറിച്ചും നാട്ടിലുള്ള എന്തെല്ലാം കാര്യമുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ ഉതകുന്ന നിലയ്ക്ക് ഒരു ചായക്കടയും അതിന്റെ പരിസരത്തുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാനീ പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ ചിന്തിക്ക്. നമ്മുടെ എത്ര അമല നഷ്ടപ്പെടുത്തിയത്. സുബഹി നിസ്കരിക്കാൻ ചില ആളുകൾ പള്ളിയിൽ പോകുന്നത് തന്നെ നിയ്യത്ത്, സുബഹി കഴിഞ്ഞിട്ട് ആ കടയിൽ പോയി 8 മണി വരെ ഇരുന്ന് കഥ പറയുക എന്നുള്ള നിയ്യത്താണ്. വെറുതെ പറയും, ഇത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. സുബഹി കഴിഞ്ഞ് ആ കടയിൽ പോയിരുന്നിട്ട് ഒരു 10 പത്രം വായിച്ച് 10 ഫനായെങ്കിലും പറയണം. അതിനുവേണ്ടി സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നു. അങ്ങനത്തെ ആളുകൾ വരെ ഈ സമുദായത്തിലായിപ്പോയി. സുബഹി നിസ്കരിക്കുന്നതിന്റെ മഹത്വവും ശ്രേഷ്ഠതയല്ല വലുത്, ശേഷമുള്ള കഥ പറച്ചിലാണ് വലുത് എന്ന് കരുതിപ്പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ അള്ളാഹു പറഞ്ഞത് എത്ര കറക്റ്റാണ്. കുത്തുവാക്കുകൾ പറയരുത്, മറ്റുള്ളവരെ പരിഹസിക്കരുത് എന്ന് ഖുർആനിലൂടെ അള്ളാഹു വിളംബരം ചെയ്തത് എത്ര കറക്റ്റാണ് നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട്. جاء رجل إلى رسول الله صلى الله عليه وسلم فقال يا رسول الله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട്, ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാ, ഔസിനി, എനിക്കൊരു ഉപദേശം നൽകുമോ റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ഉപദേശം നൽകുകയാണ്. ആഖിദം ബിലിസാനിഹി ബിയദിൽ ലൈസർ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, കുഫാങ്ക ഹാദാ കുഫാങ്ക ഹാദാ കുഫാങ്ക ഹാദാ, ഈ നാവിനെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാവ് ശ്രദ്ധിച്ചാൽ നിനക്ക് രക്ഷയാണ്, എനിക്കൊരു ഉപദേശം നൽകണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരൊറ്റ ഉപദേശം തേടിയ വ്യക്തിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിസ്കരിക്കണമെന്നല്ല, നോമ്പ് നോൽക്കണമെന്നല്ല, സകാത്ത് കൊടുക്കണമെന്നല്ല, ഹജ്ജ് ചെയ്യണമെന്നല്ല. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നാവാണ്, നാവാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആളുകളെ കുറിച്ച് ഫനായും
ഫസാദും പറയരുത്, ഉലമാക്കളെ കുറിച്ച് പറയരുത്, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച് പറയരുത്, പാവപ്പെട്ട മുഅ്മിനീങ്ങളെ കുറിച്ച് പറയരുത്, പാവപ്പെട്ട മുഅ്മിനാത്തുകളാകുന്ന സഹോദരിമാരെ കുറിച്ച് പറയരുത്, അയൽവാസികളെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, കൂട്ടുകാരെ കുറിച്ച്, സമൂഹത്തെ കുറിച്ച്, ഇതര സമുദായത്തെ കുറിച്ച് ഒരാളെ കുറിച്ച് മോശത്തരം പറയാൻ മുസ്ലിമേ നീ ആളായവനല്ല. നിന്റെ നാവ് സൂക്ഷിക്കലാണ് ഏറ്റവും നല്ല ഉപദേശം ഞാൻ നൽകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം ലമ്മാ മറ ബിഖൗമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോടായി പറഞ്ഞില്ലയോ, തഖല്ലലോ, നിങ്ങൾ പല്ലു കുത്തണേ സ്വഹാബ, പല്ലൊന്നു കുത്തണേ, പല്ലു കുത്തണേ. ഫഖാലൂ, ഉടനെ ഒന്നടങ്കം അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പറഞ്ഞു അത്രേ, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ തുഇന്നല്ലോ അല്ലാഹുവിന്റെ റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല റസൂലേ. ഒന്നും കഴിക്കാത്ത ഭുജിക്കാത്ത ഞങ്ങളോട് എന്ത് അർത്ഥത്തിലാണ് പല്ലു കുത്താൻ പറഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂടിയ സമൂഹത്തോട് പറയുകയാണ്, ഇന്നി ലഅറാ ലഹ്മ ഫുലാനിൻ ബൈന സനായാകും. സ്വഹാബ, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സ്വഹാബ. അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ, വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ. ഒരാൾ മറ്റൊരാളെ കുറിച്ച്, അപരനെ കുറിച്ച് ദൂഷണം പറയരുതേ. അയുഹിബ്ബു അഹദുകും അയ്യഅകുല ലഹ്മ അഖീഹി മൈതാ. മരണപ്പെട്ടു പോയ ആളുകളുടേതാകുന്ന ശവം തിന്നാൻ മനുഷ്യ, ജീവിച്ചിരിക്കുന്ന മാനവ നീ ഇഷ്ടപ്പെടുമോ? ഇല്ലാ ഫകരിഹ്തുമു, നിങ്ങളതിനെ ഇഷ്ടപ്പെടുക്കാത്തവരാണ്, നിങ്ങളതിനെ ഇഷ്ടപ്പെടാത്തവരാണ്, വെറുക്കുന്നവരാ. എന്നാൽ മറ്റൊരാളെ കുറിച്ച് ദൂഷണം പറയല്ലേ, പറയല്ലേ. സ്വഹാബ, നിങ്ങളോട് പല്ലിൻ്റെ ഇട കുത്താൻ ഞാൻ പറഞ്ഞത് മോശപ്പെട്ട കമന്റുകൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതായി നിങ്ങൾക്കിതാ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പാവപ്പെട്ടതാകുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സ്വഹാബ. അതുകൊണ്ട് തഖല്ലലൂ, പല്ലു കുത്തണേ, പല്ലു കുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് വേഗം ആ സ്റ്റിക്ക് അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, മൊത്തം എടുത്ത് പോക്കറ്റ് ഇടണം. കാരണം എന്താ, 24 മണിക്കൂറും പല്ലു കുത്തേണ്ടി വരും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ.